നമ്മൾ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ലിമിറ്റിംഗ് കേസായിട്ട് ആണ് പഠിച്ചിരുന്നത്. നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്തൊക്കെ n ടേൺസ് ടു ഇൻഫിനിറ്റി വരുമ്പോഴും അതേപോലെ p ടേൺസ് ടു 0 വരുമ്പോഴും ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പോയിസൺ ആയിട്ട് ലിമിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് പ്രോബ്ലംസിലൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ n ടേൺസ് ടു ഇൻഫിനിറ്റി p ടേൺസ് ടു 0 വരുമ്പോൾ ആ ഡിസ്ട്രിബ്യൂഷൻ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആവും എന്നുള്ളത്. പക്ഷേ അതിനെ ആ ഒരു കൺസെപ്റ്റിൻ്റെ തിയറം ആണ് ഇവിടെ പറയുന്നത്. ആ തിയറത്തിൻ്റെ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പഠിച്ചു, പക്ഷേ പ്രൂഫ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പ്രൂഫ് ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ആ പ്രൂഫും കൂടി ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ബൈനോമിയലിൻ്റെ ലിമിറ്റിംഗ് കേസാണ് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രൂഫാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ 3 കണ്ടീഷൻസ് ആണ് തന്നിട്ടുള്ളത്. ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്താവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്, പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് n എന്ന് പറയുന്ന പാരാമീറ്റർ ദ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ബെർണോളി ട്രയൽസ് ആണ്, അല്ലേ? അതല്ലേ ആ പാരാമീറ്റർ അതെന്താവണം, ഇൻക്രീസസ് ഇൻഡെഫിനിറ്റ്ലി, അതായത് n ടേൺസ് ടു ഇൻഫിനിറ്റി ആവണം. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് p, രണ്ടാമത്തെ പാരാമീറ്റർ p എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആണ്. അത് എന്താവണം, ഇൻ ഈച്ച് ബെർണോളി ട്രയൽസ് ഡിക്രീസസ് ഇൻഡെഫിനിറ്റ്ലി, അതായത് p ടേൺസ് ടു എന്താവണം, 0 ആവണം. n ഇൻഫിനിറ്റിയിലേക്ക് പോകണം, p ടേൺസ് ടു 0 ആവണം. ഈ 2 കണ്ടീഷൻസാണ് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് np ഈക്വൽ ടു മ്യൂ എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷനാണ്. മ്യൂ എന്ന് പറയുന്നത് അതെന്താവണം, കോൺസ്റ്റൻ്റ് ആവണം. അപ്പോൾ n ടേൺസ് ടു ഇൻഫിനിറ്റി ആവണം, p ടേൺസ് ടു 0 ആവണം, np ഈക്വൽ ടു മ്യൂ കോൺസ്റ്റൻ്റ് ആവണം. മ്യൂ എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷനാണ്, എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് സക്സസ് ആണ് വരിക, അത് കോൺസ്റ്റൻ്റ് ആവണം. ഈ 3 കണ്ടീഷൻസും ഉള്ള സമയത്ത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനെ എന്തായിട്ട് പറയാൻ പറ്റുമെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്, പോയിസൺ ഡിസ്ട്രിബ്യൂഷനായിട്ട് പറയാം എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ പ്രൂഫ് നമ്മൾ ഈ രീതിയിലാണ് പറയുന്നത്. നമ്മളതിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്നു. പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്തായിട്ട് പറയുന്നു, പോയിസണിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ആവും എന്നാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്, ഈ കണ്ടീഷൻസൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ പല സ്റ്റെപ്പുകളിലായിട്ട് നമ്മുടെ കണ്ടീഷൻസൊക്കെ കൊടുക്കും. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എഴുതുക എന്നുള്ളതാണ്. bxnp എന്ന് പറഞ്ഞ് എക്സ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി വരാൻ വേണ്ടിയിട്ടുള്ള പ്രോബബിലിറ്റി എഴുതി നമ്മൾ NCx p⁻x × q⁻n−1, കാരണം അതാണ് ബൈനോമിയലിൽ ഇക്വേഷൻ വരുന്നത്. അതിനുശേഷം ക്യൂവിന് പകരം 1 - p എന്ന് കൊടുത്ത് പീൻ്റെ ടേംസിലേക്ക് മൊത്തം മാറ്റി എഴുതുന്നു. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പാണ് വരിക. NCx ഈ ഒരു സ്റ്റെപ്പിലേക്ക് വരും, NCx p⁻x × 1 - p⁻n−x. അടുത്ത കേസിൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൽ 1 - pക്ക് 2 സംഭവമുണ്ട്. ഒന്ന് 1 - p⁻n ഉം 1 - p⁻−x, അത് രണ്ടും നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എഴുതുന്നു. അപ്പോൾ ഈ രീതിയിലാണ് വരിക. 1 - p⁻n അതേപോലെ 1 - p⁻x, അത് ഡിനോമിനേറ്ററിലാണ് വരിക, കാരണം 1 - p⁻, ഇവിടെയുള്ളത് എന്താണ്, -x ആണ്. ഓക്കെ, അങ്ങനെ നമ്മൾ സ്റ്റെപ്പ് എഴുതിയതിന് ശേഷം നമ്മൾ അടുത്ത കണ്ടീഷൻ, നമ്മുടെ ഒരു കണ്ടീഷൻ കൊടുക്കുകയാണ്, മ്യൂ ഈക്വൽ ടു np, അത് കോൺസ്റ്റൻ്റ് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, p ഈക്വൽ ടു എന്ന് പറഞ്ഞ് μ/n എന്ന് എഴുതാണ്. അപ്പോൾ ഇനി നമുക്ക് pക്ക് പകരം എന്ത് കൊടുക്കാം, μ/n എന്ന് കൊടുക്കാം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്ന് പറയുന്നത് n എന്ന് പറയുന്ന ഒറ്റ ഒരു വേരിയബിളിൻ്റെ ടേംസിലേക്ക് ഈ മൊത്തം കാര്യങ്ങളും മാറും. മ്യൂ എന്ന് പറയുന്നത് ഓൾറെഡി ഒരു കോൺസ്റ്റൻ്റ് ആണ്, ഒരു ഫിക്സ്ഡ് നമ്പർ. അപ്പോൾ ഇനി ഉള്ള വേരിയബിൾ എന്ന് പറയുന്നത് n എന്ന് പറയുന്ന ഒരു വേരിയബിളേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇനി അതിൻ്റെ ലിമിറ്റ് മാത്രം കൊടുത്താൽ മതി, n ടേൺസ് ടു ഇൻഫിനിറ്റി കൊടുത്താൽ മതി. p ടേൺസ് ടു 0 ആവുന്ന സമയത്ത് n ടേൺസ് ടു എന്താവും, ഇൻഫിനിറ്റി ആവും. മ്യൂ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ n ഇൻഫിനിറ്റിയിലേക്ക് കൊടുത്താൽ p ടേൺസ് ടു 0 ആവും, p 0യിലേക്ക് കൊടുത്താൽ n ടേൺസ് ടു എന്തുവാകും, ഇൻഫിനിറ്റി ആവും. അപ്പോൾ നമ്മൾ ഒരു വേരിയബിളിൻ്റെ കേസിലേക്ക് മാത്രം പറയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ 2 പാരാമീറ്റർ ഇൻവോൾവ് ചെയ്താണ് നമ്മുടെ ഇക്വേഷൻ കിടക്കുന്നത്, n ഉണ്ട് p ഉണ്ട്. നമ്മൾ ഇനി ഇതിനെ എന്തിലേക്ക് മാത്രം മാറ്റുന്നു, എന്നിലേക്ക് മാത്രം മാറ്റുന്നു. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇക്വേഷൻ കൊടുക്കുന്നത്. അതായത്
പി ഈക്വൽ ടു മ്യൂ മൈനസ് എൻ എന്നുള്ള ഇക്വേഷൻ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷൻ കൊടുത്ത് നമ്മൾ മാറ്റി എഴുതാണ്. സബ്സ്റ്റിറ്റ്യൂഷൻ കഴിയുമ്പോൾ ഈ രീതിയിലാണ് വരിക. എൻ ഫാക്ടോറിയൽ ബൈ എക്സ് ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് എക്സ് ഫാക്ടോറിയൽ. അതെന്തിൻ്റെ ഇക്വേഷനാണ്? എൻ സി എക്സിൻ്റെ ഇക്വേഷൻ. അതിനുശേഷം പി റൈസ് ടു എക്സ്, പിക്ക് പകരം ന്യൂ ബൈ എൻ ഓൾ റൈസ് ടു എക്സ് കൊടുത്തു. അതുപോലെ 1 മൈനസ് പി, അവിടെയും എന്ത് കൊടുത്തു? ന്യൂ ബൈ എൻ കൊടുത്തു. ഇവിടെയും 1 മൈനസ് പി റൈസ് ടു എൻ ആണ്, അവിടെയും ന്യൂ ബൈ എൻ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ഇക്വേഷൻ മാറി വന്നു. എന്തിൻ്റെ ടേംസിലേക്ക് മാത്രമായി? ഇപ്പോൾ പാരാമീറ്റർ ഉള്ളത് n മാത്രമാണുള്ളത്. വേരിയബിളായിട്ട് എക്സും കൂടിയുണ്ട്, പക്ഷേ പാരാമീറ്റർ നമ്മുടെ പാരാമീറ്ററിൽ എന്നും പി ഉള്ളിടത്ത് ഇപ്പോൾ എന്ത് മാത്രമേ ഉള്ളൂ? n മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതും ക്യാൻസൽ ചെയ്യാണ്. അപ്പോൾ അത് രണ്ടും ഒന്നിച്ച് ക്യാൻസൽ ചെയ്യുക മീൻസ് കോമൺ ആയിട്ടുള്ള ടേംസ് ക്യാൻസൽ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എൻ ഫാക്ടോറിയൽ എന്നുള്ളതിനെ എൻ മൈനസ് എക്സ് ഫാക്ടോറിയൽ വെച്ച് കട്ട് ചെയ്യുകയാണ്. അപ്പോൾ എൻ മൈനസ് എക്സ് ഫാക്ടോറിയൽ വരെയുള്ള ടേംസ് അല്ലെങ്കിൽ അത്രയും ടേംസ് പോകും. പിന്നെ ബാലൻസ് ഉണ്ടാവുക എൻ മൈനസ് 1, എൻ മൈനസ് 2, അങ്ങനെ ലാസ്റ്റ് എൻ മൈനസ് എക്സ് പ്ലസ് 1. അതായത് എൻ മൈനസ് എക്സ് വരെയുള്ള ടേംസ് പോകും. പിന്നെ ഉണ്ടാവുക എൻ മൈനസ് എക്സ് പ്ലസ് 1. അതിൻ്റെ അടുത്ത ടേം മുതൽ n വരെയുള്ള എല്ലാ ടേംസും ഉണ്ടാകും. നമ്മൾ ഫാക്ടോറിയലിനെ സാധാരണ അങ്ങനെ ക്യാൻസൽ ചെയ്ത് എഴുതാറുള്ളതാണ്. എക്സ് ഫാക്ടോറിയൽ അവിടെ അതുപോലെ തന്നെ കൊടുത്തു. ബാക്കിയുള്ള ടേംസ് ഒന്നും ഡിഫറൻസ് ഇല്ല, അത് അതുപോലെ തന്നെ എഴുതി അല്ലേ. മ്യൂ ബൈ എൻ ഓൾ റൈസ് ടു എക്സ്, 1 മൈനസ് മ്യൂ ബൈ എൻ ഓൾ റൈസ് ടു എക്സ്, 1 മൈനസ് മ്യൂ ബൈ എൻ ഓൾ റൈസ് ടു എൻ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇവിടെ ഒരു എൻ റൈസ് ടു എക്സ് ഉണ്ട്, അതായത് എന്നുകളുണ്ട്. എത്ര ടൈംസ്? എക്സ് ടൈംസ്. അപ്പോൾ നമ്മളത് ഓരോന്നും ഇവിടെ ഓരോ ടേംസിൻ്റെ അടിയിലായിട്ട് ബൈ എന്ന് പറഞ്ഞ, ഇത് ബൈ അല്ലേ, അപ്പോൾ നമ്മൾ ബൈ എന്ന് പറഞ്ഞ് എഴുതാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെയുള്ള ടേംസിൻ്റെ എണ്ണം ഒന്ന് നോക്കിയേ. ഇവിടെ ഇത് 1, 2, അങ്ങനെ ഇതിനെ എന്ത് പറയാം? എക്സ് മൈനസ് 1 എന്ന് പറയാം അല്ലേ. എൻ മൈനസ് 1, എൻ മൈനസ് 2, എൻ മൈനസ് എക്സ് മൈനസ് 1 ബ്രാക്കറ്റ് ഇട്ട് എഴുതി കഴിഞ്ഞാൽ എക്സ് മൈനസ് 1 ആണ് വരിക. അപ്പോൾ ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, അങ്ങനെ എക്സ് മൈനസ് 1 ടേംസ് ഉണ്ട്. പിന്നെ ഇവിടെ ഈ ഒരു ടേം, ഈ കാണുന്ന ഒരു ടേമും കൂടിയുണ്ട്. അപ്പം ടോട്ടൽ എത്ര എന്നുകളുണ്ട് അല്ലെങ്കിൽ എത്ര ടേംസ് ഉണ്ട്? ടോട്ടൽ ഇവിടെ 1, 2 എക്സെട്ര, ഇവിടെ 1, 2 എക്സെട്ര, എക്സ് മൈനസ് 1 ടേംസും ഉണ്ട്. ഇവിടെ ഒരു ടേമും കൂടി ഉണ്ട്. അങ്ങനെ ടോട്ടൽ എക്സ് ടേംസ് ഉണ്ട്. നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് കറക്റ്റ് എണ്ണം തന്നെയാണ്. ഇവിടെ എൻ റൈസ് ടു എക്സ് ഉണ്ട് അല്ലേ, എൻ റൈസ് ടു എക്സ്. അപ്പോൾ നമ്മൾ ആ എന്നുകളെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എഴുതിയിരിക്കുന്നു. ഫസ്റ്റ് ടേമിൻ്റെ അവിടെ എഴുതുന്ന സമയത്ത് എൻ ബൈ എൻ, ഇവിടെ എൻ ബൈ എൻ, അടുത്ത ടേമിൽ എഴുതുമ്പോൾ എൻ മൈനസ് 1 ബൈ എൻ, അടുത്ത ടേമിൽ എഴുതുമ്പോൾ എൻ മൈനസ് 2 ബൈ എൻ, എക്സെട്ര എൻ മൈനസ് എക്സ് പ്ലസ് 1 ബൈ എൻ. എക്സ് ടേംസ് തന്നെയാണ് ഉള്ളത്. ഇത് ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, ഇത് എക്സ് മൈനസ് 1th ടേം, പിന്നെ ഇവിടെ ഒരു ടേം എക്സ്ട്രായും ഉണ്ട്. അങ്ങനെ ടോട്ടൽ എക്സ് എന്നുകൾ കൊടുക്കാനായിട്ട് പറ്റും. ബാക്കിയുള്ളതിനൊക്കെ അതേപോലെ തന്നെ എഴുതി. ഇപ്പം മ്യൂ റൈസ് ടു എക്സ് ആണ് ഇവിടെ ഉണ്ടാവുക. 1 മൈനസ് മ്യൂ ബൈ എൻ ഓൾ റൈസ് ടു എൻ ഇവിടെ ഉണ്ടാവും. എക്സ് ഫാക്ടോറിയൽ 1 മൈനസ് മ്യൂ ബൈ എൻ ഓൾ റൈസ് ടു എക്സ്. ബാക്കി ടേംസിനൊന്നും മാറ്റില്ല. നമ്മളിങ്ങനെ എഴുതിയിരിക്കുന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടായിരിക്കും? നമുക്ക് ആ ടേംസ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടുത്ത സ്റ്റെപ്പിൽ അതാണ് ചെയ്തിരിക്കുന്നത്. ഓരോ ടേമിലും n വെച്ച് കട്ട് ചെയ്ത് എഴുതി. അപ്പോൾ ഇത് 1, ദിസ് ഇസ് 1 മൈനസ് 1 ബൈ എൻ, ദിസ് ഇസ് 1 മൈനസ് 2 ബൈ എൻ, എക്സെട്ര 1 മൈനസ് എക്സ് മൈനസ് 1 ബൈ എൻ. ആ രീതിയിലാണ് ടേംസ് വരിക. അതിന് ശേഷം മ്യൂ റൈസ് ടു എക്സ് ഉണ്ട്, മ്യൂ റൈസ് ടു എക്സ്, അതേപോലെ 1 മൈനസ് മ്യൂ ബൈ എൻ ഓൾ റൈസ് ടു എൻ, എക്സ് ഫാക്ടോറിയൽ 1 മൈനസ് മ്യൂ ബൈ എൻ ഓൾ റൈസ് ടു എക്സ്. അപ്പോൾ ഈ രണ്ട് സ്റ്റെപ്പുകളിലായിട്ട് ചെയ്തിരിക്കുന്നത് എന്താ? എൻ റൈസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ളതിന് ഇതിൽ ഓരോന്നിലും കൊടുത്ത്, ഈ ഓരോ ടേംസിലും കൊടുത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ക്യാൻസൽ ചെയ്ത് എഴുതി. അതാണ് ആ രണ്ട് സ്റ്റെപ്പുകളിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യാണ്. എൻ ടേൺസ് ടു, ഇപ്പോൾ നമുക്ക് ഒരു പാരാമീറ്റർ മാത്രമേ ഉള്ളൂ അല്ലേ. നമ്മൾ പി എന്നുള്ള പാരാമീറ്ററും കൂടി എന്തിലേക്ക് മാറ്റി? എന്നിലേക്ക് മാറ്റി. ഇപ്പോൾ പിക്ക് പകരം പി ടേൺസ് ടു 0 ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം പി അവിടെ ഇല്ല. എന്ത് മാത്രം കൊടുത്താൽ മതി? എൻ ടേൺസ് ടു ഇൻഫിനിറ്റി മാത്രം കൊടുത്താൽ മതി.
അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഓരോ ടേമിലും n ടേൺസ് ടു ഇൻഫിനിറ്റി നമുക്ക് കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് ടേം ഇവിടെയാണ് ഫസ്റ്റ് n ഉള്ള ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ദിസ് ടേം. അപ്പോൾ അതിൽ n ടേൺസ് ടു ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? ആ ടേമിൽ n ടേൺസ് ടു ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ 1 - 0 എന്നാണ് വരുന്നത് അല്ലേ. 1/n എന്ന് പറയുന്നത് n ടേൺസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ 0യിലേക്കാണ് പോവുക. അപ്പം ദിസ് വിൽ ബിക്കം 1. ഈ ടേമിലോ 1 ആവും. ഈ ടേമും അതേപോലെ തന്നെയാണ്, എല്ലാ ടേംസും സിമിലർ ആണ്. 1 - 2/n അതും എന്തിലേക്ക് പോകും? n ഇൻഫിനിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ 2/n 0യിലേക്ക് പോകും. അപ്പോൾ 1 - 0 1ലേക്ക് പോകും. അതേപോലെ ഈ ടേമും 1 - x - 1/n n ടേൺസ് ടു ഇൻഫിനിറ്റിയിലേക്ക് പോയാൽ ഇത്രയും ഭാഗം 0യിലേക്ക് പോകും. സോ 1 - 0 വിൽ ബി 1. സോ ആ ടേംസ് ഒക്കെ എന്ത് തന്നെയാവും? 1 തന്നെയാവും. ഇനി അടുത്ത എന്നുള്ള ടേം ഇതാണ്. ഈ ഒരു ടേമിനെ അവിടെ വെക്കുക. അവിടെ നമുക്കൊരു ഇക്വേഷൻ ആവശ്യമുണ്ട്, കാരണം അവിടെ ഡിനോമിനേറ്ററിലും n ഉണ്ട്, പവറിലും n ഉണ്ട്. ഇനി ഈ ഒരു ടേമിൽ കൊടുത്താലും ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ്. ഇവിടെ n ടേൺസ് ടു ഇൻഫിനിറ്റി കൊടുത്താൽ μ/n എന്താവും? 0 ആവും. സോ 1 - 0 1 1 എന്ന് പറയുന്നത് 1 തന്നെ. അപ്പോൾ ഈ ടേമും ഇത്രയും ടേംസ് എല്ലാം എന്ത് തന്നെയാവും? 1 ആവും. 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു. ഇനി ഈ ഒരു ടേമിൽ മാത്രം നമുക്കൊരു ഇക്വേഷൻ ആവശ്യമുണ്ട്, അത് വെച്ച് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഇക്വേഷനാണ് അവിടെ സൈഡിൽ എഴുതിയിരിക്കുന്നത്. ഓക്കെ, സൈഡിൽ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ എന്താ? ലിമിറ്റ് n ടേൺസ് ടു ഇൻഫിനിറ്റി 1 + x/n n എന്ന് പറയുന്നത് e⁻x ആണ്. അത് e⁻xൻ്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലിമിറ്റ് ഇക്വേഷനാണ്. അപ്പം 1 + x/n n എന്നുള്ളതിന് പകരം e⁻x എന്ന് കൊടുക്കാം. ഇവിടെ ഒന്ന് നോക്കിക്കേ, അതേ ഫോർമാറ്റിലല്ലേ ഇവിടെയുള്ളത് ഈ ഒരു ടേം ഉള്ളത്, റൈറ്റ്? അതിൽ എക്സിൻ്റെ സ്ഥാനത്ത് എന്താണെന്നേ ഉള്ളൂ? -μ ആണുള്ളത്. അപ്പോൾ 1 + x/n n ഫോർമാറ്റിൽ തന്നെയാണ് എക്സിന് പകരം -μ. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? e⁻xന് പകരം e⁻−μ എന്ന് കൊടുക്കാം. അപ്പോൾ ആ രീതിയിലാണ് ഇവിടെ എന്ത് വരുന്നത്? e⁻−μ എന്ന് പറയുന്ന ടേം, ഇവിടെ e⁻−μ എന്ന് പറയുന്ന ടേം വരുന്നത്. പിന്നെ ഇനി ബാക്കിയെല്ലാം അതിലുള്ള ടേംസ് തന്നെയാണ്. ജസ്റ്റ് ഒന്ന് നോക്കുക. ബാക്കി ഈ ടേംസൊക്കെ 1 ആയിപ്പോയി. 1 ആവാത്ത n ഇല്ലാത്ത ടേംസ് എന്ന് പറയുന്നത് ഇതാണ് ഒന്ന്, μ⁻x. അതവിടെ അതുപോലെ തന്നെ എഴുതി. പിന്നെ ഡിനോമിനേറ്ററിലുള്ളത് x⁻. ഈ 2 ടേംസാണ് വരിക. അപ്പോൾ അതുപോലെ തന്നെ എഴുതിയിട്ടുണ്ട്. ബാക്കി ടേംസൊക്കെ 1 ആയിട്ട് പോയി. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്തിൻ്റെ ഇക്വേഷനാണ്? പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോയിസൻ്റെ പ്രോബബിലിറ്റീൻ്റെ ഇക്വേഷനാണ്, പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ നമുക്ക് എന്തായിട്ട് കിട്ടി? നമ്മൾ തുടങ്ങിയിരുന്നത് ബൈനോമിയലിൻ്റെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എടുത്തു, അവിടെ കുറച്ച് കണ്ടീഷൻസ് നമ്മൾ കൊടുത്തു, റീഅറേഞ്ച് ചെയ്ത് എഴുതി അല്ലേ? അങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. ഫസ്റ്റ് കേസിൽ പിയിലേക്ക് മാറ്റി എഴുതി, അതിന് ശേഷം എന്നിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റി എഴുതി. എന്നിലേക്ക് മാറ്റി എഴുതി ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതിനൊക്കെ ക്യാൻസൽ ചെയ്ത് എഴുതി കഴിഞ്ഞ് നമ്മൾ ചെയ്തിരിക്കുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് n ടേൺസ് ടു ഇൻഫിനിറ്റി കൊടുത്തു എന്നേ ഉള്ളൂ. കൊടുത്തു കഴിഞ്ഞപ്പം ഇത് എന്തിലേക്ക് റെഡ്യൂസായി? പോയിസൻ്റെ മാസ് ഫംഗ്ഷനിലേക്ക് റെഡ്യൂസായി. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഡൗട്ട് വരുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഇതായിരിക്കും, ഈ ഒരു ഇക്വേഷനുള്ള ഭാഗം അല്ലേ? e⁻x ഇക്വേഷൻ വരുന്ന ഈ ഒരു ഭാഗത്തായിരിക്കും നിങ്ങൾക്ക്, അതായിരിക്കും പരിചയമില്ലാത്തൊരു ഫോർമുല എന്ന് പറയുന്നത്. അത് ജസ്റ്റ് ഒന്ന് നോക്കുക. ഇത്രയാണ് ഈ ഒരു പ്രൂഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ശരി, താങ്ക് യു.